Hi, assalamualaikum. Welcome to Qatar Mallu Vlogs by Dishupani. അപ്പൊ എല്ലാവർക്കും അറിയാൻ ചോദിക്കട്ടെ, മക്കളില്ലേ സാബി പോകുമ്പോ മക്കൾ എവിടെയായിരുന്നു? സാബി പോകുമ്പോ മക്കൾ നല്ല ഉറക്കം. സാബി പോയ ശേഷം ഉണ്ട് ഇവനോട് അവർക്ക് ഉമ്മ എടുക്കാൻ പോയിട്ടാവാ. അപ്പൊ എണീറ്റിട്ട് അവിടെ ഭയങ്കര കരച്ച് ചോദിച്ചു പോയിട്ട് എനിക്ക് വിഷമോന്ന് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അത്യുഗ്രൻ പ്രാങ്ക് ആയിട്ടാണ്. അല്ല ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുമ്പോ ഇതാക്കാൻ പാടില്ലല്ലോ. ആരെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്റെ 2 ചെറിയ അന്യന്മാരെ വിളിച്ചിട്ട് എത്രത്തോളം കരയിപ്പിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാട്ടാ വരാ. എനിക്ക് നന്ദിഫോട് പറയും നിന്നെക്കോൾ എനിക്ക് ഇഷ്ടവരാണ്. പിന്നെ ഞങ്ങള് നല്ല ഏജ് ഡിഫറൻസ്. അപ്പൊ നമ്മളെ കുമ്പടി ഇപ്പൊ ജോയിൻ ചെയ്യും. ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് ഉമ്മാന്റെ ഫോണിൽ കോൾ ചെയ്യൂട്ടോ. എന്നിട്ട് അവരെ കിട്ടും. അവൻ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓക്കെ. എന്നിട്ട് നമുക്ക് അവൻ വിളിക്കാലോ, ഉമ്മാനെ വിളിക്കാം. സാബിന്റെ മെസ്സേജ്. സാബി ഓക്കെ അല്ലേ? ഓക്കെ. സ്ക്രീൻ റെക്കോർഡ് ഇവര് വേണ്ട ചാച്ചാട് പറയുമ്പോ ചാച്ചല്ല എന്തായാലും. ആരല്ലേ പുറത്തു പോയത്? കുമ്പിടി ഉപ്പണ്ടേ? ഫോണ് നേരില്ലേ? അതെ ഇച്ചു സാബി ഇച്ചു അല്ലേ ഇവിടെ? ഡ്രസ് ഇട്ടിട്ടില്ലേ? വേഗം ഇടാൻ പറയില്ല. ഇത് ഇപ്പൊ കളിയാക്ക്. പെട്ടെന്ന് വാ. നീ ഇല്ലാണ്ട് ബേജാറ്. എന്റെ ഫേസ് കാണുന്നില്ല, സങ്കടം കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. തിരുമ്പി വാ അണ്ണാച്ചി. വിസക്കൊടുത്തിട്ടാ ഇച്ചുവാ ഞാൻ പുറത്ത്. ഇച്ചുവിനെ അടുത്ത സാബി അവിടെ വെക്ക് ഫോണ്. അങ്ങ് കുറച്ച് കാര്യം ചോദിക്കാണ്ടോ അവനോട്. അനക്ക് ഇച്ചുവിനോട് കുറച്ച് കാര്യം ചോദിക്കാണ്ട്. എനിക്ക് പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകണം. ഞാൻ റെഡി ആയിട്ടുള്ളത്. അനങ്ങണ്ട. ഇച്ചു നീ എന്താ പഠിക്കാത്തത്? ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിനാ? ഇന്നെന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത്? മുഖം നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇന്നലെ എന്തിനു സ്ഥാപിച്ചാനൊക്കെ പോയത്? ഇന്നലെ അറ്റൻഡ് ചെയ്തിരാ? ക്ലാസ് കട്ട് ചെയ്തിട്ട് പോവോ എവിടേക്കല്ലോ? എന്താ ഓൺലൈൻ ക്ലാസ്? ഒരു മിനിറ്റ്, ചാലുവിനെ പഠിക്ക്. ചാലു ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്തിനാ? എന്താ ഇച്ചു ചോയിങ്ക തുപ്പിട്ട് വാ പോയിട്ട്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല നിനക്ക്? എന്താ പഠിക്കാത്ത? എന്തേന്ന് പറയ്. എന്തിനു സ്ഥാപിച്ചാനൊക്കെ പോന്ന? ഓന് വിളിച്ചോണ്ടേ നീ എടുക്കും പോവോ സാബീനൊക്കെ? നിനക്കറിയുന്നല്ലോ ഒരു കുമ്പിടിന്ന് എല്ലാരും വിളിക്കുന്നേന്ന്. ഇച്ചാണ്ടൊക്കെ അങ്ങനെ പോവാൻ പാടുണ്ടാ? പഠിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും എത്തോ? ക്ലാസ്സിലെ സമയത്ത് പോയാ പോരെ? അതാ
എന്തോ മോന് പഠിക്കാത്ത? എന്നോട് ഇന്ന് സാബി വൈകുന്നേരം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു മോന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാന്ന്. ഞാൻ പുറത്തു വാങ്ങിയിട്ടുണ്ടായത്. എന്താ ഇച്ചു? ഇല്ല, ഞാൻ വിളിച്ചെന്താ പറയാ, ഞാൻ ബോർഡിങ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവരെ കൊണ്ടിടാൻ വേണ്ടിട്ട്. എനിക്ക് പഠിച്ചില്ല, അത് നല്ലത്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചിട്ടുണ്ടായത്, ഇവിടെ വിസ ഓപ്പൺ ആയിട്ട്. ഇനി അത് ചെയ്യണില്ല. നിങ്ങക്ക് ഈ സ്നേഹത്തിൽ കാര്യം പറഞ്ഞു തരുമ്പോ മനസ്സിലാവുന്നില്ല. ബോർഡിങ്ങിലിട ഉമ്മ, ബോർഡിങ്ങിലിടാ. ഓരോന്ന് ചിരിക്കുന്നേ, വായെടുക്കടാ. ചിരിക്കുന്ന കാര്യം പറയുമ്പോ എന്താ ചാലു? ഇത്ത പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്? എനിക്ക് എന്താ എന്തോ ഇതാക്കാത്തത്, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത്? ബോർഡിങ് പോണോ അതോ വീട്ടിലിരിക്കണോ? എന്ത് ബോർഡിങ്ങിലിടണോ? ഇനി പഠിക്കോ? ഞാൻ നിഷുക്ക് ഇവിടെ ഇരിക്കണുണ്ടല്ലോ കേട്ടിട്ട്. പേടിയില്ല നിഷുക്കാനും പേടിയില്ല. ഇക്കാന്നല്ല വിളിച്ചിട്ട് വെറുതെ പോകുന്നത്. ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകണ്ട. ക്ലാസ് ഇല്ലാത്ത സമയത്ത് പോയിക്കൂടെ സാഹിത്യനായിട്ടാണെങ്കിലും? എന്തിനു ക്ലാസ് കട്ട് ചെയ്യണേ? നമ്മളെല്ലാത്തിനും സപ്പോർട്ടല്ലേ ഇവർക്ക്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ശരിയാവുക? എന്തായാലും പഠിക്കണ്ടേ? പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. സാബി ഓർക്കൊണ്ട് പത്തേത്തോടിക്ക് സാബി. വേണ്ട വേണ്ട വേണ്ട, ഇടണ്ട, പറഞ്ഞുള്ളൂ. വേണ്ട, ഇത് ചെറിയ പണിഷ്മെന്റ്. ബോർഡിങ് തന്നെ, ബോർഡിങ് ഞാൻ അറേഞ്ച് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഓന് വിളിക്കിങ്ങോട്ടെ, ക്യാമറന് മുമ്പിൽ വരാൻ പറയും. എന്ത് ചാലു? ഇച്ചോ നിങ്ങൾക്ക് ഇത്ത സാബിച്ച നിഷുക്കാല ഫ്രണ്ട്ലിയിലല്ല പറഞ്ഞുതരല്. സലീമ സാദൊക്കെ നിങ്ങളോട് സ്ട്രിക്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലും പറയലുണ്ട്. ചീത്ത കാര്യം ചെയ്യണ്ടെന്ന് മാത്രല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരലില്ലേ? ഉണ്ടോ? ഉണ്ട്. നിഷുക്കാക്ക് എന്ത് പറയാനുള്ളത്? നന്നായി പഠിച്ചാലേ എവിടെയെങ്കിലും എത്തുള്ളൂ അല്ലെ? എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. കളിക്കേണ്ട സമയത്ത് കളിക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ഇനി പഠിക്കോ? ബോർഡിങ്ങിൽ കൊണ്ടിട്ടിടണോ? ഈ ഒരു പ്രായത്തില് കുറച്ച് കഴിഞ്ഞാല് നമ്മൾ ഒറ്റക്കാവും. ആ സമയത്ത് നമ്മൾ ഈ പഠിക്കാത്തതിന്റെ ഇതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. അതിന് വേണ്ട വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിരുന്നത്. സ്നേഹം ഉണ്ടാവുമ്പോഴേ ഇതൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ബോർഡിങ്ങിൽ കൊണ്ടിട്ടിടണോ? ബോർഡിങ് ഇച്ചു സാബീന ബോർഡിങ് റെഡി ആക്കുന്നു. ഉമ്മ അടുത്ത് ഉമ്മാനെ വിളിക്കുക. ബോർഡിങ്ങിൽ കൊണ്ടിടാൻ നമുക്ക്. ഓരെന്താ പല്ല് കാണിച്ചിട്ട് കോൾഗേറ്റിന്റെ പരസ്യോ എന്തായാലും പറയുമ്പോ പല്ല് കാണിച്ച് ചിരിക്കാൻ? അതെന്നെ തിന്നുന്നുണ്ടായി, അതെന്നെ പരസ്യം ചെയ്യുന്നത് അവന്. ഞാൻ എന്തായാലും പറയുമ്പോ നിനക്ക് എന്താ സീരിയസ് ഇല്ലാത്ത? ചിരിക്കാണ്ടിക്കടാ. എന്താ ചിരിക്കുന്ന നീ? ഉമ്മാനെ കൊടുക്കും. ഉമ്മ കൊടുത്തോ? ഉമ്മ ഇവിടെ ഉമ്മ ബോർഡിങ്ങിൽ കൊണ്ടിട്ടിടമ്മ. ബോർഡിങ് തന്നെ, വേറെ ഒന്നുമില്ല. രണ്ടിനും ബോർഡിങ്ങില്ല. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ബോർഡിങ്. ഒരു മാസം നോക്കുമ്മ. സാബി ഞാനിപ്പൊ കട്ടാക്കിയിട്ട് വിളിക്കുന്ന. സാബി ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കണ്ട്. ഇച്ചു വന്നിട്ട് എന്ത് തീരുമാനിച്ച്? പഠിക്കോ ഇല്ലയോ? ഇന്ന് ബുക്ക് എടുത്തിനാ? സാബി ചാലോ, അതെന്താ ചാലോ നിങ്ങക്ക് തലക്കെടുക്കാത്തത്? നീ എടുക്കും പിന്നെ എടുക്കുന്നത്
തൽക്കല്ലാണ്ട് പറയുന്ന കാര്യം. ഓന് പോരത്തെ കുഞ്ഞിന്നാക്കിട്ട് ഇപ്പോഴും കുഞ്ഞു തന്നെ ആയിരുന്നു. അതെന്നെ പ്രശ്നം. ചാല് നീ കുഞ്ഞൊന്നല്ല, നീ വലുതായി വലിയക്കനായി. അടുത്ത മാസം പെണ്ണെട്ടിക്കേണ്ടതാണ്. ഇല്ല ബോർഡിങ് തന്നെ. ഞാൻ ബോർഡിങ്ങിലേക്ക് വിളിക്കാം. ഇച്ചു ഒരു മിനിറ്റ്. സാബി ചിരിക്കണ്ട സാബി, തമാശല്ലേ ഇത്. ഇച്ചു ബോർഡിങ്ങിലേക്ക് കൊണ്ടുപോകണം രണ്ടിനും. വേണാന്ന് ഞങ്ങൾക്ക് ഖത്തറിന്ന് ഒരു ഫ്ലൈറ്റ് വിളിച്ചിട്ട് വരാനുള്ള സമയം മാത്രം മതിയവേ. അതോർത്തോ നീ? അമ്പാനയുടെ മോളാണ്, അതാണ് ഫ്ലൈറ്റ് ഒക്കെ വിളിച്ചിട്ട് വരിക, ചാർട്ട് ചെയ്തിട്ട്. തമാശ കളിക്കല്ലേ നിച്ചുക്ക എന്തേലും പറയുമ്പോ. ഈ സാബി ഒരു പണിഷ്മെന്റ് കൊടുക്കണല്ലോ. സാബി ഒരു പണിഷ്മെന്റ് കൊടുക്കണല്ലോ അവർക്ക്. ഒരു ചൂരലിന്റെ വടി എടുത്തിട്ടില്ലേ പഠിക്കാത്തതിന് നല്ലൊരു അടി കൊടുത്തെങ്കിലേ. ചൂരലിന്റെ വടി എടുത്തിട്ട് കൊടുക്കിച്ച സാബി നല്ലോണം. അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അടിച്ചിട്ടെന്ത് കാര്യമുണ്ട്? അടിച്ചിട്ടൊന്നും കാര്യമില്ലടാ. അടിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അവർക്ക് തോന്നണ്ടേ പഠിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നണം പഠിച്ചാല്. ഇപ്പൊ പഠിച്ചാലായി നല്ല രീതിയിൽ പഠിച്ചാൽ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന കേട്ടിട്ട് പഠിപ്പ് കൊണ്ടുപോയാല് നാളേക്ക് ഒരു ലൈഫ് ഉണ്ടാവും. പഠിച്ചില്ലെങ്കിൽ എവിടെ പോയാലും ഒരു വില ഉണ്ടാവൂല. മനസ്സിലായോ? പുല്ല് വിലയിരിക്കും. അപ്പൊ പഠിക്കൂലേ ഇനി? ബോർഡിങ് കൊണ്ടുപോണോ? അപ്പൊ 2-3 കൂട്ടിയാൽ എത്രയും? 1 എത്ര? 2-3 ആര് പറഞ്ഞു 1 2? 1 വലിയ ഒന്നല്ലോ. ഇവരാണ് കുട്ടികളെ കണക്കാക്കണത്. വലിയ 1 വലിയ ഒന്നല്ല. ആര് പറഞ്ഞ 2? 1 വലിയ അറിയില്ലേ? ആര് പറഞ്ഞ 2? വലിയൊന്ന് ബഷീർ അടക്കം പറഞ്ഞിട്ടുണ്ട്. 1 വലിയ ഇമ്മണി വലിയ 1 ഇമ്മണി വലിയ ഒന്നല്ലേ? ഇവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കാണോ വെച്ചു? ഇനി എങ്ങാനും പഠിച്ചിട്ടാങ്കില് പഠിച്ചിട്ട് ആരാവാൻ ആഗ്രഹം? പറയിച്ചു പറയും. രണ്ടാൾക്ക് എഞ്ചിനീയർ തന്നെയാ. എന്ത് എഞ്ചിനീയർ? നീ അതിന് ഉമ്മ അല്ല, നീയല്ല പഠിച്ചിട്ടാവേണ്ടത്, ഉമ്മ ആവണ്ടേ. നീ പറയ്. എന്ത് എഞ്ചിനീയർ? അതല്ല മക്കളെ ഇത്ത പറയുന്ന കേക്കും, അമ്മ പറയുന്നത് നല്ലോണം പഠിക്കുക, നല്ല നിലയിലെത്തുക. അത് ഞാനൊന്ന് ഇച്ച സാബിയല്ല നിശുക്ക പറഞ്ഞിട്ടാവേണ്ടതല്ല. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവണം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചുണ്ടാവും. നമുക്കെല്ലാം ഒരു സമയം വരെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. എവിടേക്കെങ്കിലും എത്തണം, നിങ്ങൾ പഠിക്ക്, അങ്ങനെയൊക്കെ. ബാക്കിയൊക്കെ തീരുമാനം നിങ്ങളിതാവണം. ഓക്കെ സാബിത്തെ അടിക്കാനൊന്നും നിക്കണ്ട കേട്ടാ. മുള കിട്ടാ മതി, അടിക്കണ്ട. മുളകിടൊന്നും വേണ്ട, വീട്ടിന് പുറത്താക്കിയാ മതി. ഇച്ചോനോട് അരച്ചിരിക്കാൻ പറഞ്ഞ കാര്യം പറയുമ്പോ മുഖം ഒരു മിനിറ്റ്. ഇച്ചോനോട് അരച്ചിരിക്കാൻ പറഞ്ഞ ഇച്ചോടക്ക് പല്ല് കാണിച്ചത് ക്ലോസപ്പിന് പരസ്യം ചിരിക്കുന്നത്. മുണ്ടാണ്ടേക്ക് കൈയെട്ടിച്ചു ചാല് കൈകെട്ട കൈകെട്ട് വായിലിടുന്ന കൈകെട്ട്. പേടിയില്ലേ? നല്ല കുട്ടികളാ. നല്ല കുട്ടികളാണെന്ന് പറയും. ഇങ്ങനാക്ക്
പ്രതിജ്ഞ എടുക്ക്. ഇങ്ങനെ ഇങ്ങനെ കൈ പ്രതിജ്ഞ എടുക്ക്. കൈ തൊട്ട് കരയാനല്ലേ പറഞ്ഞേ. പ്രതിജ്ഞ എടുക്ക്. പ്രതിജ്ഞ ചെയ്യ്. കൈ ഇതാക്ക്. അങ്ങനല്ല ഇങ്ങനെ തൊട്ട് കൈ തൊട്ട് അങ്ങനെയാ പ്രതിജ്ഞ എടുക്കല്ലേ. ഇങ്ങനല്ലേ? ആ ഞങ്ങൾ നല്ലവരായ കുട്ടികളിതല്ല. ഞങ്ങൾ ഇന്ന് തൊട്ട് ഇപ്പം മുതൽ ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങൾ ഞങ്ങൾ രണ്ടാള് പറഞ്ഞു കൊടുക്ക. നീയും ഞങ്ങൾ ഇപ്പം മുതൽ നല്ലവരായ ഉണ്ണികളായിരിക്കും. അക്ഷരത്തിൽ വരാൻ പാടില്ല, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ണികളായിരിക്കും. അല്ലെങ്കിൽ എല്ലാവർക്കും അല്ലെങ്കിൽ നിന്റെ കൂടെ പിറപ്പുകളായ ഞങ്ങൾ അറിഞ്ചും പൊറിഞ്ചും അടിക്കും, തല്ലും. സാബി അറിഞ്ചും പൊറിഞ്ചും കൊടുക്കുന്നേ. ഞങ്ങൾ അടിക്കുവോ? ഇനി മുതൽ ഞങ്ങൾ മാതൃക പുരുഷോത്തമന്മാരായിരിക്കും. പറ. പുരുഷോത്തമന്മാരായിരിക്കും. നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. ഞങ്ങൾ 3 പേരും കൂടി നിങ്ങളെ ചെയ്തിരിക്കും. കേട്ടിട്ടില്ലേ? ഇനി ഞങ്ങൾ 3 പേരും കൂടി നിങ്ങളെ ഇതുപോലെ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും. എവിടെ വിളിക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മാനെ വിളിക്ക്. ഇതിടുമ്മ. ക്ലാരിറ്റി ഇല്ലേ? നമുക്ക് ക്രോമിട ഓടിയാ. എവിടെ 2 ഇതിലെ യോർക്ക് അറിഞ്ഞിട്ട കഥ പ്രാങ്ക് വരുന്ന ബൈ നിങ്ങൾക്ക് അറിയാലോ മോനെ. യോർക്ക് അറിഞ്ഞിട്ട് ഞാനില്ല വീഡിയോ നോക്കിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ഇവിടെ കേക്കും. ഓക്കെ, നീ അവിടെ നോക്കി സംസാരിച്ചാ മതി. ഉമ്മ എങ്ങനെയുണ്ടായിരുന്നു? ഉമ്മ വടിയെടുത്ത് കൊടുത്ത ബോർഡിങ് പഠിച്ചില്ലെങ്കിലും. അല്ല മാത്രം പറഞ്ഞൊരു കാര്യം തന്നെ സീരിയസ് പറഞ്ഞത്, അത് തമാശ അല്ലാന്ന്. പോയില്ലേ? അപ്പോ ഖത്തർ മല്ലു വ്ളോഗ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.